ഇതുവരെ വായിച്ചിട്ടുള്ള മെഡിക്കൽ ത്രില്ലറുകളിൽ ആഖ്യാനത്തിലും പ്രമേയത്തിലുമൊക്കെ വളരെയധികം വ്യത്യസ്തത പുലർത്തുന്ന ഒരു പുസ്തകമാണ് ശിവൻ എടമനയുടെ ന്യൂറോ ഏരിയ. ഒരേ സമയം ഒരു സയൻസ് ഫിക്ഷൻ നോവലെന്നും അതുപോലെ മെഡിക്കൽ ത്രില്ലറെന്നും പറയാൻ കഴിയുന്ന ഒരു പുസ്തകമാണിത്. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യയുടെയും ശാസ്ത്രത്തിന്റെയും ഒക്കെ വളർച്ചയെ വളരെ മനോഹരമായി ഈ പുസ്തകത്തിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. കഥ നടക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ റോബോട്ടിക് ഹോസ്പിറ്റലായ സതേൺ ഹെൽത്ത് കെയറിലാണ്. ചെയർമാൻ രാഹുൽ ശിവശങ്കറിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ അശ്രാന്ത പരിശ്രമത്തിന്റെയും ബുദ്ധിയുടെയും ഒക്കെ ഫലമായി ഇന്ന് കാണുന്ന നിലയിലേക്ക് ഹോസ്പിറ്റൽ വിജയത്തിലേക്കും വളർച്ചയിലേക്കും പ്രശസ്തിയിലേക്കും ഒക്കെ എത്തിയിരിക്കുന്നു. ഹോസ്പിറ്റലിലെ പല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നത് റോബോട്ടുകളെയാണ്. വിദേശ നിർമ്മിത സാങ്കേതിക വിദ്യയെ അതിന്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നു. ഹോസ്പിറ്റലിൽ രാഹുൽ ഉൾപ്പെടെ 3 പേർക്ക് മാത്രം പ്രവേശനം അനുവദിച്ചിട്ടുള്ള ഒരിടമാണ് ന്യൂറോ ഏരിയ. അവിടെ എന്താണ് നടക്കുന്നതെന്ന് പുറത്തുള്ള ആർക്കും അറിയില്ല. ലോകം മുഴുവനുമുള്ള ശാസ്ത്രരംഗം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരിടമാണ് ഈ ന്യൂറോ ഏരിയയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പരീക്ഷണങ്ങളും. അവിടെ എന്താണ് നടക്കുന്നതെന്ന് ആർക്കും കൃത്യമായിട്ട് അറിവില്ലെങ്കിൽ തന്നെയും ശാസ്ത്രരംഗത്ത് വിപ്ലവം ഉണ്ടാക്കാൻ സാധിക്കുന്ന എന്തോ ഒന്നാണ് അവിടെ നടക്കുന്നതെന്ന് പലരും ചിന്തിക്കുന്നു. അവിടെ നടക്കുന്ന പരീക്ഷണങ്ങൾ മനുഷ്യരാശിക്ക് എത്രത്തോളം പ്രയോജനപ്രദമാണോ അതിനേക്കാൾ ഏറെ വിപത്തിന് കാരണമായേക്കാവുന്നതാണ് എന്നറിയാവുന്നത് അവിടേക്ക് പ്രവേശനമുള്ള രാഹുലിനും ഡോക്ടർ ലൂക്കയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള നേഴ്സ് താരയ്ക്കും മാത്രമാണ്. അങ്ങനെയിരിക്കെ രാഹുൽ ശിവശങ്കർ ഒരു അപകടത്തിൽപ്പെടുന്നു. അടിയന്തര വൈദ്യസഹായത്തിനും ശസ്ത്രക്രിയകൾക്കുമൊക്കെ ശേഷം അദ്ദേഹത്തെ ന്യൂറോ ഏരിയയിലേക്ക് മാറ്റുന്നു. അവിടേക്ക് പ്രവേശനമുള്ള ഡോക്ടർ ലൂക്കയും താരയും ദുരൂഹ സാഹചര്യങ്ങളിൽ കൊല്ലപ്പെടുന്നു. അങ്ങനെ ന്യൂറോ ഏരിയയിലായിരിക്കുന്ന രാഹുൽ ശിവശങ്കർ മരിച്ചോ ജീവനോടെ ഉണ്ടോ എന്ന് പോലും പുറത്തുള്ളവർക്ക് അറിയാൻ കഴിയാത്ത സാഹചര്യമാകുന്നു. ആ അവസ്ഥയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ അവിടുത്തെ സെക്യൂരിറ്റി സിസ്റ്റം സ്വയമേ മറ്റൊരാൾക്ക് ആ ന്യൂറോ ഏരിയയിലേക്ക് കടക്കാനുള്ള അനുവാദം നൽകുന്നു. അതേ ഹോസ്പിറ്റലിൽ തന്നെ കാഷ്വാലിറ്റിയിൽ ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ഒരു ജൂനിയർ ഡോക്ടർ മീനാക്ഷിക്ക്. ആരാണ് ഡോക്ടർ രാഹുൽ ശിവശങ്കറിനെ അപകടപ്പെടുത്തിയത്? എന്താണ് ന്യൂറോ ഏരിയയുടെ രഹസ്യം? ആ രഹസ്യം മറന്നു വെക്കാൻ മീനാക്ഷിക്ക് കഴിയുമോ? അതോ മീനാക്ഷിയും ആ രഹസ്യത്തിന്റെ ഒരു നിശബ്ദ ഭാഗമാണോ? അനേകം ചോദ്യങ്ങളാണ് പുസ്തകം വായിക്കുന്ന സമയത്തുടനീളം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. വായന തുടങ്ങി അവസാനിക്കുന്നത് വരെയും പ്രേക്ഷകരെ ആകാംക്ഷയിലേക്ക് നിർത്താൻ വേണ്ടിയിട്ട് ഈ പുസ്തകത്തിന് സാധിക്കുന്നുണ്ട്. അശ്ലീലതയുടെ തരിമ്പ് പോലും കടന്നു വരാതെയുള്ള ഭാഷാ പ്രയോഗങ്ങൾ ഈ പുസ്തകത്തിന്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ്. ഓരോ കഥാപാത്രത്തിനും അവരുടേതായ വ്യക്തിത്വ സവിശേഷതകളും അതുപോലെ കഥാഗതിയിൽ ഓരോ കഥാപാത്രങ്ങൾക്കും പ്രാധാന്യം കൊടുക്കാനുമൊക്കെ എഴുത്തുകാരൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഉദ്വേഗമുണർത്തുന്ന നിമിഷങ്ങൾക്കിടയിൽ ഒരു കുളിർമ പോലെ പ്രണയത്തെയും ഉൾപ്പെടുത്താൻ എഴുത്തുകാരന് കഴിഞ്ഞിരിക്കുന്നു. 272 പേജോളമുള്ള ഈ വായന ശരിക്കും ഒറ്റയിരിപ്പിൽ വായിച്ചു തീർക്കാൻ പ്രേരിപ്പിക്കാൻ തക്കവണ്ണമുള്ള ഭാഷാ ശൈലി കൊണ്ടും പ്രമേയത്തിലെ പുതുമ കൊണ്ടും സമ്പന്നമാണ്.